കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭാരതം എത്രത്തോളം റിവേഴ്സ് ഗിയറിലായിരുന്നു എന്നത് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. യു പിയിൽ 80 വർഷത്തിനു മുൻപ് സരയൂ നഗർ പരിയോജന എന്ന സ്കീമുമായി വന്നിരുന്നു. ഈ പദ്ധതി 40 വർഷത്തോളം കുഴിച്ചു മൂടപ്പെട്ടിരുന്നു. 2014 സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ ഈ പദ്ധതി വളരെ വേഗം തന്നെ പൂർത്തീകരിച്ചു. സർദാർ സരോവർ യോജന പണ്ഡിറ്റ് നെഹ്റുജിയുടെ കാലത്ത് ഈ പദ്ധതിയുടെ ശിലാസ്ഥാപനം 1960 തീരുമാനിച്ചതാണ്. 80 വർഷക്കാലം ആ പദ്ധതികൾ പ്രകാരമുള്ള ജോലികൾ ആരും കാണാതെ മൂടപ്പെട്ടു. ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം 2017 ഞങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ കൃഷ്ണ കോയിന പരിയോജനയും 80 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ്. 2014 വരെ ഈ പദ്ധതിയും അനക്കമില്ലാതെ കിടന്നു. ഈ പദ്ധതി പ്രകാരവും ഞങ്ങളുടെ സർക്കാർ തന്നെയാണ് പൂർത്തിയാക്കിയത്. സുഹൃത്തുക്കളെ, ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ അടൽ ടണലിനെ പറ്റിയും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കേൾക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അടൽ ടണലിന്റെ ശിലാസ്ഥാപനം 2002 നടന്നതാണ്. 2014 വരെ ഈ ടണലിന്റെ പ്രവർത്തനങ്ങൾ ആരും നോക്കാതെ മാറ്റിവച്ചിരുന്നു. ഇതിന്റെ ജോലികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാർ ഈ പദ്ധതി പ്രകാരം 2020 ലോകാർപ്പണവും ചെയ്തു കഴിഞ്ഞു. അസമിലെ ബോഗിബിൽ ബ്രിഡ്ജും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ പാലം 1998 പണി തുടങ്ങിയതാണ്. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് വേഗത്തിൽ പൂർത്തീകരിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം 2018 ഇതിന്റെ ലോകാർപ്പണം നടത്തി. ഇസ്കോൺ ഡെഡിക്കേറ്റഡ് ഫ്രണ്ട് കോറിഡോർ 2008 ഇതിന്റെ പണിയും ആരംഭിച്ചിരുന്നതാണ്. ഈ പ്രോജക്റ്റും ആരും അറിയാതിരുന്നു. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം 2023 ഞങ്ങൾ ആ പദ്ധതി പൂർത്തീകരിച്ചു. ഞാൻ നിങ്ങളോട് കുറഞ്ഞത് 500 പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കാം. ഇത്തരത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ 2014 നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കാര്യാലയം ആധുനികമായ ടെക്നോളജി വഴി ഒരുപാട് രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ആവശ്യമായിരുന്നു. എല്ലാ മാസവും ഓരോ പ്രോജക്റ്റുകളായി നമ്മൾ എടുത്തു വയ്ക്കുമായിരുന്നു. എല്ലാ ഡേറ്റകളും എടുത്തു നോക്കുമായിരുന്നു. ആ ഡേറ്റകളെല്ലാം നോക്കി അതിനെ ഫൈനലൈസ് ചെയ്ത് എന്റെ മുന്നിൽ വച്ച് തന്നെ ഓൺലൈനായി എല്ലാ രാജ്യത്തെയും മുഖ്യ പ്രതിനിധികളെയും വിളിച്ച് നമ്മുടെ സർക്കാരിന്റെ ടീം എന്റെ മുന്നിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഓരോ സാധനങ്ങളുടെയും ആവശ്യം എന്താണെന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 17 ലക്ഷം കോടി രൂപയിലധികം വരുന്ന പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 17 ലക്ഷം കോടി രൂപ പറഞ്ഞ സമയത്ത് ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഏത് രാജ്യത്താണ് സർക്കാരിന്റെ ആദ്യ സമയത്ത് ഇത്ര വേഗത്തിൽ ജോലികൾ ചെയ്തു തീർത്തിട്ടുള്ളത്? ഇന്ന് നമ്മുടെ സർക്കാർ നോക്കാം ചെയ്യാം എന്ന പഴയ രീതികളോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണം പറഞ്ഞു തരാം. മുംബൈയിലുള്ള അടൽ സേതു, രാജ്യത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, സീ ബ്രിഡ്ജ്, അതിന്റെ ശിലാസ്ഥാപനം 2016 നടന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതിന്റെ ലോകാർപ്പണവും നടക്കുകയുണ്ടായി. ജമ്മു എയിംസിന്റെ ശിലാസ്ഥാപനം 2019 നടന്നിരുന്നു. അതിന് 1 മാസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 20 ലോകാർപ്പണവും ചെയ്തു. രാജ്കോട്ട് എയിംസിന്റെ ശിലാസ്ഥാപനം 2020 നടത്തി. ഇന്നലെയായിരുന്നു അതിന്റെ ലോകാർപ്പണം നടത്തിയത്. ഇതുപോലെ
IIM സംബൽപൂരിന്റെ ശിലാസ്ഥാപനം 2021 നടത്തി. 2024 ലോകാർപ്പണവും ചെയ്തു. ട്രിച്ചി എയർപോർട്ടിന്റെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനം 2019 നടന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അതിന്റെ ലോകാർപ്പണവും നടന്നു. IIT ഭിലായിയുടെ ശിലാസ്ഥാപനം 2018 നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതിന്റെ ലോകാർപ്പണവും നടത്തി. ഗോവയിലെ പുതിയ എയർപോർട്ടിന്റെ ശിലാസ്ഥാപനം 2016 നടന്നിരുന്നു. 2022 അതിന്റെ ലോകാർപ്പണവും നടന്നു. ലക്ഷദ്വീപ് വരെ സമുദ്രത്തിന്റെ അടിയിൽ ഓപ്റ്റിക്കൽ ഫൈബർ ഇടുന്നത് ഒരു വലിയ ചലഞ്ചായി തന്നെ കണ്ടിരുന്നു. ആ ജോലി 2020 ഞങ്ങൾ ആരംഭിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതിന്റെ ജോലിയും പൂർത്തീകരിച്ചു. ബനാറസിലെ പുതിയ IIT 2021 ശിലാസ്ഥാപനം നടത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അതിന്റെ ലോകാർപ്പണവും നടത്തി. ഇന്നലെയാണ് ഞാൻ ദ്വാരകയിൽ സുദർശനം നടത്തിയത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഭാരതത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ ബ്രിഡ്ജ് രാജ്യത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ ശിലാസ്ഥാപനം നമ്മുടെ സർക്കാർ 2017 നടത്തിയിരുന്നതാണ്. ഞാൻ മോദിജിയുടെ ഗ്യാരണ്ടിയെ പറ്റി പറയുമ്പോൾ അതിലിത് പ്രധാന ഘടകമായിരിക്കും. ഇത്രയധികം വേഗത്തിൽ ജോലികൾ ചെയ്തു തീർക്കാനുള്ള ഇച്ഛാശക്തിയുള്ളപ്പോൾ, ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനുള്ള മനസ്സുള്ളപ്പോൾ രാജ്യം വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യം കുതിച്ചുയരാൻ തയ്യാറുമായിരിക്കും.